5 വർഷം മുമ്പ് 2020 കോവിഡ് കാലത്താണ് ലീഡ് ഐ എസ് അക്കാഡമി ഞങ്ങൾ തുടങ്ങുന്നത്. അന്ന് ഞാൻ UPSCയുടെ ഇൻ്റർവ്യൂ കൊടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. ലോജിക്കലായി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. ഒപ്പം രാജ്യത്തെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ അക്കാഡമിക് ഡയറക്ടറും എൻ്റെ കോ-ഫൗണ്ടറുമായ ശരത്ത് ഡൽഹിക്ക് പോകുന്നു. ഒത്തിരി സീനിയർ ഫാക്കൽറ്റീസിനെ കാണുന്നു. അവൾ പലരും കേരളത്തിലെത്തുന്നു. ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നു. ആപ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒരു വശത്ത് നടക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു അക്കാഡമി തുടങ്ങുക എന്നൊരു പ്ലാൻ ആ സമയത്ത് എനിക്കോ ശരത്തിനോ വന്നില്ല. രാജ്യത്തിലെ എല്ലാ ആസ്പിരൻസിലേക്കും എത്തുന്ന ഒരു UPSC ആപ്പ് അതായിരുന്നു മനസ്സിൽ. പക്ഷേ അന്ന് തിരുവനന്തപുരത്തേക്ക് ക്ലാസ്സുകൾ എടുക്കാനെത്തിയ ചില ടീച്ചേഴ്സാണ് ഞങ്ങളോട് പറഞ്ഞത്, തിരുവനന്തപുരത്ത് ഒരു ഓഫ്ലൈൻ അക്കാഡമി നിങ്ങൾ തുടങ്ങണമെന്ന്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കുട്ടികൾക്കും അതുപോലെയുള്ള ലോജിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഒരു ആവശ്യം ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ലീഡ് ഐ എസ് അക്കാഡമി ഓഫ്ലൈനായിട്ട് തിരുവനന്തപുരത്ത് സ്റ്റാച്യൂവിൽ ഞങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ ലീഡ് ഐ എസ് അക്കാഡമി തുടങ്ങി അതിൻ്റെ തിരക്കിലായിപ്പോയി ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ ആപ്പും ക്ലാസ്സുകളും ഒരിക്കലും ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പക്ഷെ ഒന്നു മാത്രം ഞങ്ങളുടെ മനസ്സിൽ ബാക്കി കിടന്നു. ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്നും ഒരു അക്കാഡമി ഉണ്ടാവണം. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് പ്രിലിംസ് ലോജിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഒരു 20 ദിവസത്തെ ക്യാമ്പ് 2021 മലയാളികൾക്കല്ലാത്തവർക്ക് വേണ്ടി ഡൽഹിയിൽ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ റെസ്പോൺസ് ഞങ്ങളെ തന്നെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് തുടരാനായില്ല. അതിനിടയിൽ ലീഡ് ഐ എസിൻ്റെ സ്കൂൾ കുട്ടികൾക്കായുള്ള ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഞങ്ങൾ ഡൽഹിയിൽ തുടങ്ങി. 5000-ഓളം കുട്ടികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി അതിൽ ചേർന്നു. എന്നാൽ അതും കാര്യമായി മുന്നോട്ട് പോയില്ല. ഓരോ തവണ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോഴും ദേശീയ തലത്തിലേക്ക് എത്തുക എന്നുള്ളത് ലീഡ് ഐ എസ് അക്കാഡമിയുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അനിൽ സ്വരൂപ് സാറുമായിട്ട് ഞാൻ പരിചയത്തിലാകുന്നത്. ഇന്ത്യയിലെ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിന് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 1-on-1 ട്രെയിനിങ്ങും ഗ്രൂപ്പ് ഡിസ്കഷനും കഴിഞ്ഞ തവണ തുടങ്ങി വെച്ചു. അതിന് മികച്ച പ്രതികരണവും കിട്ടി. പക്ഷേ ഡൽഹിയിലെയും മറ്റിടങ്ങളിലെയും ആളുകളിലേക്ക് എത്തിച്ചേരുക എളുപ്പമായിരുന്നില്ല. പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനറും ഒപ്പം അക്കാഡമിക് ഡീനും ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങളെല്ലാവരും ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചവരാണ്. ഞങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളിലേക്കും ഡൽഹിയിലുള്ള ആളുകളിലേക്കും ഇൻ്റർവ്യൂ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റി. ജാനുവരിയിൽ നടന്ന അനിൽ സ്വരൂപ് സാർ മോഡറേറ്റ് ചെയ്ത 5 ഗ്രൂപ്പ് സെഷനുകളിലായി 100-ലേറെ പേർ പങ്കെടുത്തു. നവംബർ അവസാനം ഡൽഹിയിൽ നടന്ന ജിതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിലും സീറോ മോക്കിലുമായി 70-ഓളം കുട്ടികൾ പങ്കെടുത്തു. അത് മാത്രവുമല്ല, ഇൻ്റർവ്യൂ കുട്ടികൾക്ക് മാത്രമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് മാഗസിനും രാജ്യത്തിൽ ആദ്യമായി പുറത്തിറക്കി. എല്ലാ ദിവസവും നമ്മുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അത് അയച്ചു കൊടുത്തു. 5 മാസത്തോളം നീണ്ടുനിന്ന ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത നിരവധിയായ കുട്ടികളിൽ നിന്നാണ് ലീഡ് ഐ എസിന് ഇത്രയധികം റിസൾട്ട് ഉണ്ടാവുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഡിസംബർ മാർച്ച് മാസങ്ങൾ എനിക്കും ലീഡ് ഐ എസിനും ഏറ്റവും തിരക്ക് പിടിച്ച മാസങ്ങളായിരുന്നു. പക്ഷേ ഏറ്റവും സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഈ സെഷൻ എല്ലാം ചെയ്തത്. കാരണം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു അക്കാഡമി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയായിരുന്നു. ലീഡ് ഐ എസ് കേരളത്തിന് അഭിമാനമായി മാറുകയായിരുന്നു. റിസൾട്ടിനെ ഏറ്റവും സുതാര്യതയോടെ പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. 5 വർഷങ്ങളായി ഞങ്ങൾ ചെയ്ത എഫേർട്ട് ആരും കാണാതെ പോകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം റിസൾട്ടിനെ ക്രോഡീകരിച്ച് ഒരു റിസൾട്ട് ട്രാൻസ്പെറൻസി ഡാഷ്ബോർഡ് ഞങ്ങൾ പുറത്തിറക്കുകയാണ്. ഇതാദ്യമായി ഇന്ത്യയിൽ ഒരു IAS അക്കാഡമി റിസൾട്ടിനെ കുറിച്ച് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആവുകയാണ്. ലീഡ് ഐ എസിൽ ഓരോ ടോപ്പേഴ്സും എടുത്ത എല്ലാ സെഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഡാഷ്ബോർഡിൽ ഉണ്ടാവും. ബാക്കി അക്കാഡമികൾക്കും ഫോളോ ചെയ്യാവുന്ന ഒരു മാതൃക ഞങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇനിയുള്ള വർഷങ്ങളിലും ദേശീയ തലത്തിലേക്കുള്ള ഔട്ട്റീച്ച് ലീഡ് ഐ എസ് തുടരും. കാരണം ഞങ്ങൾ ലീഡ് ഐ എസിനെ വിഭാവനം ചെയ്യുന്നത് കേരളത്തിലെ ഒരു അക്കാഡമി എന്ന നിലയിലല്ല, മറിച്ച് ദേശീയ തലത്തിൽ കേരളത്തിന് അഭിമാനമായി മാറുന്ന ഒരു എഡ്യൂക്കേഷൻ വെഞ്ചർ എന്ന നിലയിലാണ്. അതിൻ്റെ അടുത്ത ചുവടും ഞങ്ങൾ വെച്ചു കഴിഞ്ഞു. രാജ്യത്തെ സ്കൂൾ കുട്ടികൾക്കായുള്ള ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉടനടി ഞങ്ങൾ ഡൽഹിയിൽ തുടങ്ങുകയാണ്, ഏറെ അഭിമാനത്തോടുകൂടി. നൂതനമായ പാഠ്യപദ്ധതികളിലൂടെ ലീഡ് ഐ എസിൻ്റെ ഭാഗമായി ഞങ്ങളെ പിന്തുണച്ച എല്ലാവരും ഈ ഉദ്യമത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് Lead IAS, #1 IAS Academy in Kerala.